മേശവലിപ്പിനകത്തുണ്ട്, പോണേന് മുമ്പ് തരാട്ടാ. നീ മാത്രമേ വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നേ. നിങ്ങളേക്ക് വളവ് തിരിയുമ്പോ ആദ്യം യാസുവിന്റെ വീടല്ലേ, അപ്പൊ യാസുവിനെയും കൂട്ടി വരാമെന്ന് വെച്ചു. അതില് സന്തോഷേ ഉള്ളൂ. വായോ, നമുക്ക് അകത്തിരിക്കാം. വേണ്ട ആന്റി, ഇവിടെ രസം. എനിക്കും ഇവിടെ ഇഷ്ടം. അല്ല, കുറച്ചു മുമ്പേ വരാമെന്നല്ലേ പറഞ്ഞത്? ഉവ്വ്, പക്ഷെ ജോലി ഒതുക്കി വന്നപ്പോഴേ സമയം അങ്ങോട്ട് പോയി. അത് ശരിയാണ്, വീട്ടു ജോലി തന്നെ നല്ലൊരു ജോലിയാണ്. എന്നാലും വീട്ടില് കാലുമേ കാലും കയറ്റിയിരുന്ന് സുഖമായിട്ടിരിക്കുക എന്നാണ് ആണുങ്ങളുടെ വിചാരേ. അത് ആന്റണി വീട്ടു ജോലി ചെയ്യാത്തോണ്ടാണ്. ഒരൊറ്റ ദിവസം ഒന്ന് ചെയ്യിപ്പിച്ചു നോക്ക്, അപ്പൊ അറിയും വിവരം. ഞാനത് പറഞ്ഞു നോക്കിയതാ, അപ്പൊ പറയാണ് കള്ളനെ പിടിക്കുന്ന പാടൊന്നും ഇതിനില്ലാലോന്ന്. പക്ഷെ കുക്കിങ് പെട്ടെന്ന് കഴിയില്ലേ? നിങ്ങളുടെ അവിടെ ആകെ 2.5 ആളല്ലേ ഉള്ളൂ. 2 വലിയ ആളും ഒരു കുഞ്ഞാളും. എന്തിട്ടിപ്പോ കൂടുതൽ ഉണ്ടാക്കാനിരിക്കണേ? പക്ഷേ ആന്റിക്ക് 10 പേരുടെ ഫുഡ് ഉണ്ടാക്കണം. അതെന്തുട്ടിന്? അവിടുത്തെ അങ്കിളിന് മാത്രം അത്രയും വേണം. ആയിഷേ, എന്തൊക്കെയാണ് ഈ സംസാരിക്കണേ? സാരില്ല കല്ലു, കുട്ടിയല്ലേ എന്ന് വെച്ചിട്ട് നാക്കിനൊരു ബെല്ലും ബ്രേക്കും ഇല്ലേ? അങ്ങനെ ചോദിച്ചാല് ഐഷു പറഞ്ഞ കാര്യണ്ട് കേട്ടാ. ഈ ചായ നന്നായിട്ട് തട്ടും. ആരെ തട്ടും? ഫുഡേ നന്നായിട്ട് കഴിക്കും. പക്ഷെ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യൂട്ടാ. അത് കാണാനും ഉണ്ട്. അങ്കിളിന് ഇഷ്ടം സൽമാൻ ഖാനെയാ? അല്ല, വിക്കി കൗശലിനെ. എന്തേ? മാസിൽ കണ്ടിട്ടാണ് കുട്ടി ചോദിക്കണേ. വിക്കി കൗശലിന്റെ ഡാൻസ് ഇല്ലേ, അതാ ഇപ്പൊ പുള്ളിയുടെ ക്രേസ്. മൊബൈലേ ഈ തൗബ ഇല്ലേ, അത് കണ്ടിട്ട് പപ്പ അവിടെ കിടന്ന് ചാടും. പക്ഷേ പപ്പ ചാടണ കണ്ട തവളച്ചാട്ടാന്നേ തോന്നു. എന്നിട്ട് വീട് പൊളിഞ്ഞ? ഇതുവരെ ഇല്ല. അലൈന, പപ്പ അറിയണ്ടാട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കണ കാര്യം. അമ്മ പേടിക്കണ്ട, ഞാൻ പറയില്ല. നിന്ന് കാല് കഴിച്ചു. എല്ലാരും വായോ, അകത്തിരിക്കാം. കല്ലുവേ, നിനക്ക് കാലുവേദന ഉള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടാ. വായോ, ബാക്കി വിശേഷങ്ങള് ചായ കുടിച്ചിട്ട് സംസാരിക്കാം. കല്ലുവിന്റെ ചായ സൂപ്പറാണ്. അതെന്നും നിന്റെ ചായ കുടിച്ചോണ്ടിരിക്കണോണ്ട് തോന്നണതാണ്. അതും ശരിയാണ്, എപ്പോഴും നമ്മുടെ രുചി തന്നെയാവുമ്പോ നമുക്ക് മടുക്കും. സ്നേഹേ, ക്ലാസ് കഴിഞ്ഞില്ലേ? ഇനി നിന്നെ കൊണ്ടാക്കാം. വേണ്ട അശ്വിൻ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അതെന്താണ്? ഞാനല്ലേ സ്ഥിരം കൊണ്ടാക്കണത്. ആരെങ്കിലും കണ്ടാലോ? അത് ഞാൻ മുമ്പ് ചോദിച്ചതല്ലേ, അപ്പൊ നീ എന്തുട്ടാ പറഞ്ഞേ? നിന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് വരെ വിട്ടാ മതി, അവിടുന്ന് ബസ്സിമേ വന്നു പറഞ്ഞോളാംന്ന്. എന്നാലും എല്ലാ ദിവസവും വേണ്ട. ഇപ്പൊ ഇതെന്താണ് പറ്റിയത്? ഇനി നീ ഓട്ടോ വിളിച്ച് പൊക്കോളൂന്ന് പറഞ്ഞിട്ട് പാതി വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോവോ ഇല്ലയോന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് കാര്യം. എനിക്ക് പിടികിട്ടി. മാമനും മാമിയും വന്ന ദിവസം നിന്റെ അടുത്ത് ഓട്ടോ പിടിച്ച് പോവാൻ പറഞ്ഞതായിരുന്നു പ്രശ്നം അല്ലേ? ആണെങ്കില് എനിക്ക് എല്ലാം മനസ്സിലായി. എന്നെക്കാളും സ്നേഹം അശ്വിന് അവരോടല്ലേ. എന്റെ സ്നേഹേ, നിനക്ക് ഇത്ര മനസ്സിലാക്കാൻ വിവരില്ലേ? അവരവിടെ നിൽക്കുമ്പോ ഞാൻ എങ്ങനെയാണ് നിന്നെ കൊണ്ടുപോകാൻ വരുന്നത്? ബൈക്ക് നല്ല സ്പീഡിൽ കത്തിച്ച് വിട്ടാലേ 10 മിനിറ്റ് മതി അവിടുന്ന് എന്റെ വീടിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എത്താൻ. അതപ്പോ നന്നായി. താഴെ വന്നിട്ട് നിന്നെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് മുകളിൽ എത്തിയപ്പോ തന്നെ മാമി 100 കൂട്ടം ചോദ്യം ചോദിക്കാൻ തുടങ്ങി. എന്ത് ചോദിച്ചു? താമസിച്ചത് എന്താണ്, എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ? എന്നിട്ട് അശ്വിൻ എന്ത് പറഞ്ഞു? ഒരുവിധം എങ്ങനെയോ പിടിച്ചു നിന്നതാണ്. അപ്പോഴാണ് അവളോട് കഫേയിൽ ചെന്നപ്പോ നിന്റെ മെസ്സേജോട് മെസ്സേജ്. അത് പിന്നെ തോർത്തില്ലാണ്ട് വീട്ടിൽ ചെന്നപ്പോ അമ്മ എവിടെയെന്ന് ചോദിച്ചു, അതാണ്. നിനക്ക് അന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞൂടായിരുന്നോ? ഞാൻ തന്നെ അതിനും പരിഹാരം ആലോചിക്കണായിരുന്നോ? അങ്ങനെ ഇരുന്ന് മെസ്സേജ് അയച്ചതും മാമിക്ക് സംശയം എന്നാ തോന്നണേ. നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, വരുന്നിടത്ത് വെച്ച് കാണാം. ഐഷു മഞ്ജു ഉള്ളോണ്ട് അന്ന് രക്ഷപ്പെട്ടു. പക്ഷെ വീട്ടിലോട്ട് ചെല്ലുമ്പോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിക്കാതിരിക്കില്ല എന്ന് എന്റെ മനസ്സ് പറയണു. എന്നാ അശ്വിനി ഈ ആഴ്ച വീട്ടിലേക്ക് പോവണ്ട. എന്തുട്ടിന്? സംശയം ഒന്നുകൂടെ കൂട്ടാനാ? എന്തായാലും ഒരു ദിവസം ഫേസ് ചെയ്യണം. പിന്നെന്താ? അപ്പൊ പറയാൻ പോവാണ്? ചോദിക്കാണ്ട് ഞാൻ അങ്ങോട്ട് കയറി പറയാനൊന്നും പോണില്ല. ഞാനിപ്പോഴും ഒരു സ്റ്റുഡന്റ് അല്ലേ, അതാണ്. ഞാനൊരു പരിഹാരം പറയട്ടെ? പറഞ്ഞോളൂ, പക്ഷെ മണ്ടത്തരാവരുത്. ഇല്ല, നമുക്ക് ഒളിച്ചോടിയാലോ? എന്തുട്ട്? അല്ല, വീട്ടുകാരെ പിടിച്ചാൽ നമുക്ക് വേറെ വഴിയില്ലാലോ. കുറച്ചു മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ പോത്തെ, ഞാനൊരു സ്റ്റുഡന്റ് ആണെന്നുള്ളത്. I need to find a gig. എന്നുവെച്ചാ ജോലി. അത് കിട്ടാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അശ്വിൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. പഠിച്ചാൽ മാത്രം മതിയോ? എക്സാംസ് എഴുതണ്ടേ? അല്ലാണ്ട് ആരാ ജോലി തരിക? അതും ശരിയാണല്ലോ. അപ്പോ കുറച്ച് നാളൂടെ വെയിറ്റ് ചെയ്യണം കേട്ടാ. ഓക്കേ. അങ്ങനെ ഗൈസ്, ഞാൻ ഇവളുടെ പ്രോബ്ലം ഒരുവിധം സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീട്ടിലോട്ട് ചെല്ലുമ്പോ മാമനോ മാമിയോ പൊരിക്കോ അടുത്ത എപ്പിസോഡിൽ അറിയാം. അപ്പൊ ഞാനൊന്ന് പേര് വിളിക്കട്ടെ. ഹായ് അമ്മു, ഹായ് അനു, ഹായ് പാർവതി. കുഞ്ഞിക്കാർട്ടൂൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടാ. പിന്നെ ലൈക്കും ഷെയറും.